ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതിനൊക്കെ നമ്മൾ 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് നടന്ന മാത്സ് എക്സാമിൻ്റെ ആൻസർ കീയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നടന്ന എല്ലാ എക്സാമിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ. പിക്ചർ എ, പിക്ചർ ബി, പിക്ചർ സി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഐഡൻറ്റിഫൈ ദ ഓർഗാനിസംസ് ഗിവൺ ഇൻ ദ എബോവ് ഡയഗ്രാംസ് ആൻഡ് നെയിം ദം. അപ്പോൾ ഈ ഡയഗ്രാംസിൽ തന്നിരിക്കുന്ന ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, പിക്ചർ എ. പിക്ചർ എന്താണ്? എ എന്താണ്? അമീബയാണല്ലേ. അമീബ എന്ന് അവിടെ എഴുതാം. AMOEBA. അമീബ സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതണം. AMOEBA അമീബ. പിക്ചർ എ അമീബ. പിക്ചർ ബി എന്താണ്? പാരമീസിയമാണ്. എന്താണ്? പാരമീസിയം. പാരമീസിയത്തിൻ്റെ സ്പെല്ലിങ് അറിയാലോ. PARAMECIUM. ഓക്കെ, പാരമീസിയം. പിക്ചർ സി അറിയാമല്ലോ, യൂഗ്ലീനയാണത്. യൂഗ്ലീന. EUGLENA. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്ചർ എ അമീബ, പിക്ചർ ബി പാരമീസിയം, പിക്ചർ സി യൂഗ്ലീന എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ കോമൺ ഫീച്ചർ ഓഫ് ദീസ് ഓർഗാനിസംസ്? ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. ഓക്കെ, എന്താണ്? ഇതൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അതായത് ഒരൊറ്റ സെല്ല് ഇതിനൊക്കെ ഉള്ളൂ അല്ലേ. അപ്പോൾ ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഓക്കെ, ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, സിംഗിൾ സെല്ലുള്ളൂ, ഒരൊറ്റ സെല്ലോ ഉള്ളൂ. അതാണ് എല്ലാ ലൈഫ് ഫങ്ഷൻസും ക്യാരി ചെയ്യുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? സജസ്റ്റ് എനി വൺ മെത്തേഡ് ഫോർ ഒബ്സേർവിങ് ദീസ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്. ഈ ടൈപ്പ് ഓർഗാനിസംസിനെ നമ്മൾ എങ്ങനെയാണ് ഒബ്സേർവ് ചെയ്യുക? അത് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിന് നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്യും. അതേതാണ്? they can be observed using a light microscope. They can be observed using microscope. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി സെക്കൻഡ് എന്താണ്? ചെക്ക് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ നിങ്ങളോട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ സിറ്റുവേഷൻ ഉണ്ട്, ഫോം ഓഫ് എനർജി ട്രാൻസ്ഫോംസ് ഉണ്ട്, ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ 3 കോളംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കൂ. ആദ്യത്തെ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിയും മിന്നും അല്ലേ, ഇടിയും മിന്നലും. അപ്പോൾ അവിടെ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫോംസ് ഏതാണ്? ഇലക്ട്രിക് എനർജിയാണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഏതാണ്? സൗണ്ട് എനർജിയും ലൈറ്റ് എനർജിയുമാണ്. ഓക്കെ, ഇനി അടുത്തത് എ ക്രാക്കർ ഈസ് ബേസ്റ്റിംഗ്. ക്രാക്കർ ഈസ് ബേസ്റ്റിംഗ്, പടക്കം പൊട്ടുകയാണ്. അവിടെ ഉണ്ടാകുന്ന എനർജി എന്താണ്? കെമിക്കൽ എനർജിയാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്താണ്? സൗണ്ട് എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി. ഇനി അടുത്തത് പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ്. പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ലൈറ്റ് എനർജിയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി കെമിക്കൽ എനർജിയാണ്. ഓക്കെ, ഇനി അടുത്തത് ലൈറ്റിംഗ് എ മാച്ച് സ്റ്റിക്ക്. ഒരു മാച്ച് സ്റ്റിക്ക്, അതായത് തീപ്പെട്ടി കത്തിക്കണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കെമിക്കൽ എനർജി. പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. ഇനി അടുത്തത് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് എനി 2 എക്യുപ്മെൻറ്റ്സ് ആൻഡ് എനർജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദം. ഏതൊക്കെയാണ്? അപ്പം ഏതെങ്കിലും 2 എക്യുപ്മെൻറ്റ്സിൻ്റെ പേര് എഴുതാം. നമുക്ക് എക്സാമ്പിൾ ഫാൻ എഴുതാം. ഫാനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇലക്ട്രിക് എനർജി ടു മെക്കാനിക്കൽ എനർജി. അതേപോലെ ലൈറ്റ് നമ്മുടെ സാധാരണ ബൾബിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ഒരു കുട്ടി വരച്ചതാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ എ പ്ലാന്റ് സെൽ ഡ്രോൺ ബൈ എ ചൈൽഡ്. ഡു യു ഫൈൻഡ് എനി ഡിഫക്റ്റ് ഇൻ ദിസ് ഡയഗ്രാം? ഈ ഡയഗ്രാമത്തിൽ എന്തെങ്കിലും അപാകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ. കാരണം പ്ലാന്റ് സെല്ലിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് പ്ലാന്റ് സെല്ലിൽ? പ്ലാന്റ് സെല്ലിൽ എന്താണ്? ദർ വിൽ ബി എ സെൽ വാൾ അല്ലേ. ഒരു സെൽ വാൾ ഉണ്ടായിരിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സെൽ വാൾ ഇവിടെ മിസ്സിങ് ആണ്. ഓക്കെ, പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ടാകും, അതിവിടെ ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞു ലാർജ് വാക്യൂളാണ് ഉണ്ടാവുകയെന്ന്. ഇവിടെ ഒരു സ്മോൾ വാക്യൂളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സെൽ വാൾ ഇല്ല. പിന്നെ ഇവിടെ ഒരു സ്മോൾ വാക്യൂളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു സെൽ വാൾ